നമസ്കാരം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കാക്ക് പത്മഭൂഷൺ അവാർഡ് ലഭിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് ശരിക്കും മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന മലയാളികൾ ഒന്നടങ്കം വളരെയധികം സന്തോഷത്തിലാണല്ലേ. എന്നാൽ ഈ ഒരു അവാർഡ് ലഭിക്കുന്നതുകൊണ്ട് നമ്മൾ ഇത്രയധികം അങ്ങോട്ട് ആഘോഷിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യന് ഈ അവാർഡ് ലഭിക്കേണ്ടതായിരുന്നു. രാഷ്ട്രീയക്കാരുടെ വൃത്തികെട്ട മനസ്സുകൊണ്ടാണ് ആ മനുഷ്യന് ഈ അവാർഡ് ഇത്രയും കാലം നിഷേധിച്ചു വെച്ചത്. പക്ഷെ ഇപ്പം ഈ അവാർഡ് കൊടുത്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 2024-25 കാലഘട്ടങ്ങളിലെ ഓരോ സിനിമകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഇന്ത്യൻ സിനിമയിൽ പോലും ഒരാൾ പോലും ചെയ്തിട്ടില്ല ഇതുവരെ. ബ്രഹ്മോ എന്ന സിനിമയിൽ കുടുംബൻ പോറ്റി എന്ന ആ കൊടൂരനായിട്ടുള്ള ചാത്തൻ്റെ റോൾ ചെയ്ത മമ്മൂക്കാണ് കേരള സംസ്ഥാനത്തിൻ്റെ അവാർഡ് ലഭിച്ചത്. ആ സിനിമ ഓസ്കാർ വേദിയിൽ വരെ പ്രദർശിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ മലയാളികൾക്കും അത് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയല്ലേ. എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് മമ്മൂക്കാക്ക് ഈ ഒരു അവാർഡ് ലഭിക്കാഞ്ഞതെന്നുള്ളത് അരിയാഹാരം തിന്നുന്ന ഓരോ ആൾക്കാർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്താണെങ്കിലും നിവർത്തിയില്ലാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് ഈ അവാർഡ് ഇപ്പം മമ്മൂക്കാക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വലിയ സന്തോഷിക്കേണ്ട വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം 10-20 അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂക്കാക്ക് ഈ അവാർഡ് എന്നല്ല ഫാൽക്കൺ അവാർഡ് വാങ്ങിക്കാൻ വരെ അർഹനായിട്ടുള്ള, അതിന് അർഹതപ്പെട്ട ഇന്ത്യൻ സിനിമയിലെ ഒരു വ്യക്തി എന്ന് പറയുന്നത് മമ്മൂക്ക തന്നെയാണ്. കാരണം അദ്ദേഹം സിനിമാ ജീവിതത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിൽ പോലും അദ്ദേഹം ഈ സമൂഹത്തോട് കാണിക്കുന്ന ആ ഒരു കരുതലും കരുണയും അദ്ദേഹം കൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ ബഹുമതി നൽകി ആദരിക്കേണ്ട ഒരു നടനും ഒരു വ്യക്തിയുമാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്നുള്ളതാണ്. എന്തായാലും മമ്മൂക്കാക്ക് അവാർഡ് ലഭിച്ചതിൽ സന്തോഷിക്കുന്നു. പക്ഷേ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു വിഷയമായിരുന്നു കേട്ടോ. ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു ഊളയ്ക്ക് ഈ അവാർഡ് കൊടുത്തത് എന്തിൻ്റെ പേരിൽ, എന്തിനാണ് ഈ ഒരു അവാർഡ് കൊടുത്തത്? സത്യത്തിൽ ആ ഒരു അവാർഡിൻ്റെ നിലവാരം എത്രത്തോളം താഴേക്ക് പോയി എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു അവാർഡ് പ്രഖ്യാപനമാണ് ഈ പ്രാവശ്യം നടത്തിയിരിക്കുന്നത്. കാരണം മമ്മൂക്കായെ പോലുള്ളൊരു നടൻ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയിട്ടുള്ളൊരു സംഭാവന, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളൊരു സംഭാവന, അതിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് ഇപ്പം അല്പം വൈകിയാണെങ്കിൽ പോലും മമ്മൂക്കാക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിന് എന്തിൻ്റെ പേരിലാണ് ഈ ഒരു അവാർഡ് കൊടുത്തത്? നാട്ടിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്നവരോ? അപ്പോൾ ഈ പച്ചയ്ക്ക് വർഗീയത പറയുകയും ഒരു സമുദായത്തോട് അന്ധമായ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറയുന്ന ഇതുപോലുള്ള ഊളകൾക്കൊക്കെ എന്തിനാണ് ഈ അവാർഡ് കൊടുത്തത്? ഈ അവാർഡിന്റെ നിലവാരം എത്രത്തോളം താഴേക്ക് പോയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇപ്പോൾ ഇത് പെട്ടെന്ന് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. അതെ അതെ, സന്തോഷം. എന്താ പറയുന്നത്? അല്ല, ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ രാജ്യത്തിന് തന്നെ മറ്റൊരു പുരസ്കാരം കൂടെ കിട്ടുകയാണ്. പിന്നെ രാജ്യം ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ആദരവില്ല. സന്തോഷം. ഇന്ന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വാങ്ങാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഈ ഒരു അവാർഡ് കൂടി, രാജ്യത്തിന്റെ ഒരു അംഗീകാരം കൂടി കിട്ടുന്നത്. സന്തോഷം, അതിസന്തോഷം. മലയാളികളോട് മൊത്തത്തിൽ പറയാനുള്ളത്? എനിക്ക് സന്തോഷമാണ്, നിങ്ങൾക്കും സന്തോഷമായില്ലേ? ആസിഫും ടൊവിനോയും ഒന്നും എന്നേക്കാൾ 1 മില്ലിമീറ്ററിന്റെ 1 ഭാഗം പോലും താഴെയല്ല. അവരെനിക്കൊപ്പമാണ്. പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് മറ്റേ എനിക്ക് കിട്ടിയതാണെന്ന് തോന്നുന്നു. പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ്. അതും മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഭാഷയിലെ അഭിനയത്തിന് നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് അതിലേറെ പ്രോത്സാഹനജനകമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളെല്ലാം എല്ലാ തരത്തിലും വലിയ വിജയങ്ങളായിരുന്നു, കലാപരമായും സാമ്പത്തികമായും. പുതിയ അഭിനേതാക്കളുടെ മിന്നുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. എൻ്റെ കൂടെ നടന്മാരായി സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയൊന്നും എന്നേക്കാൾ 1 മില്ലിമീറ്ററിന്റെ 1 ഭാഗം പോലും താഴെയല്ല. നമ്മുടെ മമ്മൂക്ക പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന സഹപ്രവർത്തകർക്ക് അവാർഡ് ലഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക. അതിപ്പം ലാലേട്ടന് ഫാൽക്കൺ അവാർഡ് ലഭിച്ചപ്പോൾ ആദ്യ കമൻ്റ് ഇട്ടത് മമ്മൂക്കാണല്ലേ. എൻ്റെ പ്രിയ സഹോദരന് രാജ്യം ബഹുമതി നൽകി ആദരിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തി. ഇപ്പം മമ്മൂക്കാക്ക് പത്മഭൂഷൺ അവാർഡ് ലഭിച്ച സമയത്തും ലാലേട്ടനും മമ്മൂക്കാക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ ഒരു അവാർഡ് അതിൻ്റെ നിലവാരം കുറയ്ക്കുന്ന തരത്തിലുള്ള ചില നടപടികൾ ഇപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എല്ലാം പൊളിറ്റിക്സ് ആണ് എന്ന് നമുക്ക് പറയാം.
പൊളിറ്റിക്സ് ആണല്ലോ. ഇപ്പൊ കലയെ കൊല്ലുന്നതും ഈ പൊളിറ്റിക്സ് ആണല്ലോ. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുക എന്നുള്ളതാണല്ലോ. കാരണം അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും പ്രവർത്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് അതിനെ വെട്ടിമുറിച്ച് ഇവിടുത്തെ പ്രേക്ഷകരിലേക്ക് തെറ്റായിട്ടുള്ള സന്ദേശം അയച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ ഇപ്പം നമ്മൾ സാധാരണയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. എന്തായാലും ഒരുപാട് സന്തോഷം. അല്പം വൈകിയാണെങ്കിലും മമ്മൂക്കാക്ക് ഈ അവാർഡ് ലഭിച്ചതിൽ. കേരള സംസ്ഥാനത്തിൻ്റെ 2025-26 അവാർഡും നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക നേടാൻ പറ്റുന്ന ചില കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മമ്മൂക്കയുടെ പദയാത്ര എന്ന് പറയുന്ന സിനിമയും വരുന്നുണ്ട്. എന്താണേലും ഇനിയും മമ്മൂക്ക ഈ യുവതാരങ്ങൾക്കൊപ്പം മത്സര രംഗത്തുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റിൽ അറിയിക്കാം. അടുത്തൊരു വീഡിയോ കാണാം.